നമുക്ക് ചുറ്റുമൊരു വായുമണ്ഡലം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ഈ വായുമണ്ഡലത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ്, പ്രാണവായു ലഭിക്കാതിരിക്കുമ്പോഴാണ് ഈ വായുമണ്ഡലം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുന്നത്. ഇങ്ങനെയൊരു പ്രശ്നം കേരളത്തിലിരുന്ന് കേരളത്തിൻ്റെ അവസ്ഥയെ, ഇവിടെയുള്ള ഇടതുപക്ഷ കാലാവസ്ഥയെ വിലയിരുത്തുന്ന സമയത്ത് മലയാളികൾക്ക് പറ്റാറുണ്ട്. കാരണം ഇവിടെ ഇരുന്ന് വിലയിരുത്തുന്ന സമയത്ത് നാം ഈ വായുമണ്ഡലം കാണുന്നില്ല എന്ന പോലെ തന്നെ ഈ കേരളത്തിൻ്റെ സൗകര്യങ്ങൾ, കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പുരോഗമനപരമായിട്ടുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയാറില്ല. കേരളത്തിൻ്റെ പുറത്തു പോയി നോക്കുന്ന സമയത്ത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത്, അവിടെയുള്ള യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ എത്ര സൗഭാഗ്യത്തോടു കൂടിയാണ് കേരളത്തിൽ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുക. വർഗത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊന്നും പ്രകടമായിട്ടുള്ള യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ കൂടിക്കഴിഞ്ഞാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇവിടെയും ചെറിയ വർഗീയ പ്രശ്നങ്ങളും ജാതീയ പ്രശ്നങ്ങളൊക്കെ ആൾക്കാരുടെ ചിലരുടെ മനസ്സിലുണ്ടാകാം. പക്ഷെ അതൊരു സാമൂഹ്യമായിട്ടുള്ള വലിയൊരു വിപത്തായിട്ടില്ല. എല്ലാവരും കൂടിക്കഴിയുന്നൊരു സമൂഹമാണ് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ വർഗീയതയും ജാതീയതയും ഉണ്ടാകുന്നത് വലിയ അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. ഉദാഹരണമായിട്ട് ഗുജറാത്തിൽ 2003 വലിയ വംശീയമായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമം ഉണ്ടായി. 2020 ഡൽഹിയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുണ്ടായി. 2013 ഉണ്ടായി. ഇതെല്ലാം മുസ്ലിങ്ങൾക്കെതിരായിട്ട് വലിയ വലിയ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ദളിതർക്കെതിരായിട്ടുണ്ടായി. പിന്നെ ഒറീസയിലെല്ലാം ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായി. ഉത്തർപ്രദേശിൽ ഒരു ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്തു. ഇങ്ങനെയുള്ള വലിയ വലിയ വിസ്ഫോടനാത്മകമായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അവിടുത്തെ വർഗീയതയും ജാതിയും പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. സാധാരണ ദൈനംദിന ജീവിതത്തിൽ തന്നെ വർഗീയതയും ജാതീയതയും കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു അന്തരീക്ഷമാണ് മലയാളികൾ അവിടെ പോയി നേരിട്ട് ജീവിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക. ഉദാഹരണമായിട്ട് ബോംബെ, ഡൽഹി പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ കൂടി ഒരു പഠനം നടത്തി നോക്കുന്ന സമയത്ത് 70% മുസ്ലിങ്ങൾക്കും വാടക വീട് കിട്ടുകയില്ല എന്നതാണ്. അവിടെ ഒരു ബ്രോക്കറോടും വീടിൻ്റെ ഉടമസ്ഥരോടും ഒരു മുസ്ലിം ചെന്നിട്ട് വീട് ചോദിച്ചാൽ, മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് അവർക്ക് കിട്ടുക. വീട് വാടകയ്ക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ കിട്ടിയാൽ അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭജനം ഉണ്ടാകുന്നു. അത് ഘട്ടോകളായിട്ട് മാറുന്നു. ഇങ്ങനെ മുസ്ലിങ്ങളും ദളിതരും താമസിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ വൈദ്യുതി ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ശുചിത്വം ഉണ്ടാകില്ല. ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് തന്നെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ പരസ്പരം അറിയാതെ ജീവിക്കുകയും അങ്ങനെ അവരുടെ ഇടയിൽ കൂടുതൽ വർഗീയതയും ജാതീയതയും ഉടലെടുക്കുകയും ചെയ്യുന്നു. പരസ്പരം അറിയാതെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ അകൽച്ച ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളൊരു സംഗതി നമുക്ക് ഇന്ന് കേരളത്തിൽ സങ്കല്പിക്കാൻ പറ്റുകയില്ല. ഇവിടെ എങ്ങനെ ഒരു വിഭാഗക്കാർക്കും എവിടെയും വീട് കിട്ടാൻ പ്രശ്നമില്ല, എവിടെയും വീട് വാങ്ങാനോ താമസിക്കാനോ പ്രശ്നമില്ല. ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ വലിയ ഉയർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും ദളിതരുടെ കാര്യമാണെങ്കിലും. ഇങ്ങനെ മറ്റു നിലയ്ക്കുള്ള പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ തമിഴ്നാടൊക്കെ പലപ്പോഴും കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ട് ചെറുത്ത് നിൽക്കുന്ന സ്ഥലമാണ് എന്ന് പറയുകയാണെങ്കിലും, തമിഴ്നാട്ടിലും കന്നഡയിലും ആന്ധ്രയിലൊക്കെ 2 ടംബ്ലർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുകളിലും ചില ചായക്കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കും ദളിതർക്കൊക്കെ വേറൊരു പാത്രമാണ് കൊടുക്കുന്നത്. ദളിതർക്ക് ചിരട്ടയിൽ ചായ കൊടുക്കുന്ന സ്ഥലങ്ങൾ തമിഴ്നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്.
തമിഴ്നാട്ടിൽ ജാതീയമായിട്ടുള്ളൊരു വലിയ മതിലുണ്ടായിട്ട് അതിനെ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് നിയമ നടപടി എടുക്കേണ്ടി വന്നു. അപ്പോൾ വരേണ്യർ എന്താ ചെയ്തത്? വരേണ്യർ അവരുടെ വീടൊക്കെ മാറിപ്പോയി. ഇങ്ങനെയുള്ള ജാതീയമായ വിഭജനം തമിഴ്നാട്ടിൽ പോലും നടക്കുന്ന സമയത്ത് നമുക്കത് സങ്കല്പിക്കാൻ പറ്റാത്തൊരു രീതിയിൽ ദളിതരെയാണെങ്കിലും മുസ്ലിങ്ങളെയാണെങ്കിലും പൊതുസമൂഹത്തിൽ ഇഴചേർന്ന് എല്ലാവരും കൂടിയും ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഇവിടെ ഒരു കലാകാരൻ ഉയർന്നു വരുന്ന സമയത്ത് അവൻ ദളിതനാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല അവൻ്റെ അക്സെപ്റ്റബിലിറ്റി. വേടനെ ഇപ്പോൾ എല്ലാ മുഖ്യധാരയിലും ആ കലാകാരനെ കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. ദളിതർ മാത്രമൊന്നല്ല വേടൻ്റെ പാട്ട് കേൾക്കാൻ പോകുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം, ഇങ്ങനെയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലല്ലാതെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ വസ്തുത പലപ്പോഴും നമ്മൾ വേണ്ടവണ്ണം മലയാളികൾ, കേരളത്തിലുള്ളവർ മനസ്സിലാക്കാറില്ല. ആരോഗ്യ പരിപാലന രംഗത്തുകൂടി മുസ്ലിങ്ങൾക്കും ദളിതർക്കും വിവേചനമാണ് പലയിടത്തും നടക്കുന്നത്. 30 മുതൽ 50% വരെയുള്ള മുസ്ലിങ്ങൾക്കും ദളിതർക്കും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചികിത്സ കിട്ടുന്നില്ല ഹോസ്പിറ്റൽ എന്നുള്ളതാണ്. ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ. ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആരോഗ്യ സംരക്ഷണ രംഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നത് എന്ന് മാത്രമല്ല വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ്. ഇത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നു എന്ന് മാത്രമല്ല ഇതൊരു വിഭാഗത്തിനല്ല, ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ളവർക്കും ഏറ്റവും ദുർബലരായിട്ട് നിൽക്കുന്നവർക്ക് കൂടി ഒരേ തരത്തിലുള്ള പരിഗണന നമ്മുടെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് കിട്ടുന്നു എന്നതാണ്. ഇതേപോലെ തന്നെ ഏറ്റവും അധികം ശിശുമരണത്തിൻ്റെ നിരക്ക് കുറയുന്നു. ഇന്നും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് കിട്ടുന്ന സ്ഥലം കേരളമാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലെല്ലാം ഇന്ന് നമ്മൾ കുടുംബ ക്ഷേമ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു. അവിടെ ഔട്ട് പേഷ്യൻറ്റിന് വരുന്ന സമയം ദീർഘിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം നിലവാരം ഉയർത്തിക്കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖല 100% ശരിയാണെന്നും പറയല്ല, അതിലും ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഉടനെ തന്നെ സർക്കാർ ഇടപെടുന്നു, പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അമേരിക്കയിലടക്കം ഇന്ന് ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവന് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അതൊന്നും അവിടെ വലിയ വാർത്തയുമാകുന്നില്ല. കോവിഡ് ഉണ്ടായ സമയത്ത് നാം കണ്ടില്ലേ, ഭൂലോകത്തുള്ളവരെല്ലാം തന്നെ മലയാളികൾ ഭൂലോകത്തുണ്ട്. അവർക്കെല്ലാം ഏറ്റവും സുരക്ഷിതത്വ ബോധമുണ്ടായത് കേരളത്തിലാണ്. ഇങ്ങനെ ഒരു സർക്കാർ ജനങ്ങളെ സംരക്ഷിച്ചതിൻ്റെ മാതൃക ലോകത്തൊരു സ്ഥലത്തും ഒരു മഹാമാരിയുടെ സമയത്ത് ഉണ്ടായിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള വലിയ മുന്നോട്ട് പോക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണത്തിന് കീഴിലുണ്ടായിരുന്നു എന്നത് യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ രംഗത്ത് പൊതുമേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെ വളർച്ചയും അവിടെയുള്ള ഹൈടെക് ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ്സുകളും ഒക്കെ രൂപീകരിച്ചു. അങ്ങനെ നിലവാരമുള്ള പഠനത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗം, ഇങ്ങനെ ശക്തമായിട്ടുള്ളൊരു പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ല. സംവരണ തത്വങ്ങൾ, സംവരണ നിയമത്തിൽ അവിടെ കിടക്കുന്നുണ്ടോ? കേരളത്തിലത്തെ പോലെ സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് നിയമനങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും ലഭിക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യ രാജ്യത്തില്ല എന്ന് സത്യമാണ്. പൊതുമേഖലയെ കഴിയുന്നതും പിടിച്ചു നിർത്താൻ വേണ്ടി ഈ ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ബാധിച്ചിട്ടുള്ള ഒരു മഹാവ്യാധിയാണ്. അതിൻ്റെ അകത്തും പൊതുമേഖലയെ സംരക്ഷിക്കാൻ ശ്രമിക്കൊണ്ട് PSCക്കൊക്കെ ഏറ്റവും അധികം അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് കേരളത്തിലാണെന്ന് കണക്ക് പറയുന്നു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി നാം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് ഇന്നാൾ പുറത്തുനിന്ന് വന്ന ഒരാൾ പറയാണ്, ഹൃദയമാറ്റ ശസ്ത്രക്രിയയൊക്കെ നടത്തുന്ന സമയത്ത് ഒരു ജീവനോടുള്ള ആദരവ് കേരള സർക്കാർ എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മുടെ പോലീസ് വകുപ്പെല്ലാം ജാഗ്രതയോടുകൂടി നിന്നിട്ട്
തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഹൃദയം പിന്നെ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും റോഡൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് സർക്കാർ സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന, ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ കൊണ്ടു കിടക്കുന്ന ഇങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം നമുക്ക് വളരെ ചുരുക്കം രാജ്യങ്ങളിലെ ഭൂലോകത്ത് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം നമ്മളുടെ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യത്വവും മാനവികതയും ഇപ്പോഴും നമ്മൾ സംരക്ഷിക്കുന്നു. അതിനെല്ലാം നേതൃത്വം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ടാണ് ചിന്താശേഷിയുള്ളവരെല്ലാം തന്നെ, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അടിമപ്പെടാത്തവരെല്ലാം തന്നെ ഇവിടെ ഒരു തുടർഭരണം വേണം എന്ന് പറയുന്നത്. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ റോഡുകളെല്ലാം നോക്കൂ. ദേശീയപാത ഇത്രത്തോളം വികസിച്ചിട്ടുള്ളത്, ഇത്രത്തോളം വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ സൗകര്യം ഒരുക്കി കൊടുത്തത് കേരളത്തിൽ അല്ലാതെ എവിടെയാണുള്ളത്? വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പവർ കട്ട് എന്നുള്ള ഒരു കാര്യം, ലോഡ് ഷെഡിങ് എന്നൊരു കാര്യം കേട്ടുകേൾവി പോലുമില്ലാതെ നമ്മുടെ സ്മരണയിൽ നിന്നെല്ലാം അസ്തമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കറണ്ട് പോകുന്ന ഒരു പരിപാടിയില്ല. ഇങ്ങനെ 10 വർഷമായിട്ട് ഇങ്ങനെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പല നിലയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് ടിഷ്യൂ മാറ്റത്തിൻ്റെയും അവയവങ്ങളുടെ മാറ്റത്തിൻ്റെയും ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളെ പോലെയുള്ള ഒരു ആരോഗ്യ കേന്ദ്രം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കടലോരത്തുള്ളവരെ, മലയോരത്തുള്ളവരെ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രകൃതി ദുരന്തം ഇവിടെ വയനാട്ടിലൊക്കെ ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായവുമില്ലാതെ നമ്മൾ കഴിയുന്നതും വേഗം അവർക്ക് ആശ്വാസം എത്തിച്ചു കൊടുത്തു എന്നാണ്. കോവിഡ് വരുന്ന സമയത്ത് നാം എത്ര മനോഹരമായിട്ടാണ് ഇവിടെ സർക്കാരും ജനങ്ങളും ഒത്തുചേർന്ന് അതിനെ പ്രതിരോധിച്ചത്. അപ്പോൾ ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളം തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഈ വികസനം സാധ്യമാകുന്നത്? വളരെ ആസൂത്രിതമായിട്ട് സർക്കാർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഴിമതി ഏറ്റവും കുറഞ്ഞ നിലയ്ക്ക്, അഴിമതിയെ ഒട്ടുമില്ലാതെ ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടെല്ലാമാണ് വികസനം വരുന്നത്. അപ്പോൾ ഈ വികസനം നടപ്പാക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനെല്ലാം ഉപരിയായിട്ട് മനുഷ്യത്വമുള്ളവർ, മതേതര മനസ്സ് സൂക്ഷിക്കുന്നവരെല്ലാം തന്നെ ഇടതുഭരണം തുടരണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം കേരളം കേരളമായി നിലനിൽക്കണം എന്നൊരാഗ്രഹം കൊണ്ടാണ്. ഇന്ത്യയിൽ ഒരുപാട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉണ്ട്. നമുക്കറിയാം എത്ര വേഗമാണ് കുപ്പായം മാറ്റിക്കൊണ്ട് ഫാസിസ്റ്റ് ക്യാമ്പുകളിലേക്ക് മറ്റു പാർട്ടികളിലെ നേതാക്കന്മാർ കൂട്ടമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷി ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫാസിസത്തിലേക്ക്, വർഗീയതയിലേക്ക് കേരളം വഴുതിപ്പോകാതിരിക്കാൻ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ നമ്മുടെ മൈത്രിയുടെ സംസ്കാരം സൂക്ഷിക്കാൻ ഇടതുപക്ഷം തന്നെ ഇവിടെ ഭരിക്കണം എന്ന് ബുദ്ധിശക്തിയുള്ളവരെല്ലാം ചിന്തിക്കുന്നത്. ഈ കാര്യങ്ങൾ വെറും കക്ഷിരാഷ്ട്രീയ നിലയ്ക്ക് മാത്രം കണ്ടാൽ പോരാ. ഇന്ന് പ്രത്യയശാസ്ത്രപരമായി, ആശയപരമായിട്ട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരായി ഒരു മുന്നേറ്റം നടത്താൻ ശക്തിയുള്ള പക്ഷം ഇടതുപക്ഷം തന്നെയാണ്. മറ്റെല്ലാം തന്നെ ഈ വോട്ടെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കളിക്കുക എന്നല്ലാതെ ഒരു നയം, ഒരു പദ്ധതി സ്വന്തമായിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ഇന്ന് സംരക്ഷിക്കുക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇന്നത്തെ ഫൈനാൻസ് ക്യാപിറ്റലിസത്തിൻ്റെ വിഷജലത്തിലാണ് ഇടതുപക്ഷ ശക്തികൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ലോകത്തെ സാമ്പത്തിക ക്രമം മുഴുവൻ എല്ലാ ഇടതുപക്ഷ പ്രവണതകളെയും പ്രക്ഷീണമാക്കുന്നതാണ്. ആ സമയത്തൊരു ബദൽ ഉയർത്താൻ വേണ്ടിയിട്ട്, ഒരു ബദൽ ചിന്താരീതി ഉയർത്താൻ വേണ്ടി ഇടതുപക്ഷവും അതിൻ്റെ ഭരണവും നിലനിൽക്കേണ്ടത്
ഇന്ത്യയുടെ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. സത്യത്തിൽ ലോകത്തെ ഇന്ന് ഭരിക്കുന്ന, ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലതുപക്ഷ വ്യതിയാനത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം കൂടിയാണ് നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തെ തുടർന്നു കൊണ്ടുപോകാൻ സഹായിക്കുന്നതിലൂടെ നമ്മൾ നടത്തുന്നത്. ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിത്, പട്ടികജാതി പട്ടികവർഗക്കാർക്കും എല്ലാ സൗകര്യങ്ങളും ലഭിച്ചു, 100% അവർ സന്തുഷ്ടരാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് അവരുടെ ശബ്ദമുയർത്താനും സ്വാതന്ത്ര്യത്തോടുകൂടി അന്തസ്സോടുകൂടി ഏത് സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിലും തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാനും കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്, കേരളം മാത്രമാണ്. ഇതേപോലെ ഇന്നിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ചില ശസ്ത്രക്രിയകൾ, തുടർ ചികിത്സകൾ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ അതിന് വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ജെൻഡറുകളെയെല്ലാം സ്വീകരിക്കുക, അവരെ തുല്യരായി കാണുക എന്നത് അടുത്ത കാലത്ത് മാത്രമാണ് കേരളത്തിൽ ആ ഒരു അവബോധം ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്ന് ട്രാൻസ്ജെൻഡറുകൾക്കെല്ലാം തന്നെ ഏത് സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രധാന ഇരിപ്പിടം നൽകാനുള്ള പദ്ധതികൾ, നയമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത കുറച്ച് കാലമായിട്ടാണ് നമുക്കറിയാം ട്രാൻസ്ജെൻഡറുകൾക്കെല്ലാം ഇത്രയധികം സ്വീകാര്യതയും മാന്യതയും കേരള സമൂഹത്തിൽ ലഭിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ LGBTQ പെടുന്ന മറ്റ് കൂട്ടർ, അതായത് ഹോമോസെക്ഷൽസ് ആണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും അവരെയെല്ലാം ഇപ്പോൾ നമ്മൾ കൂടുതൽ സ്വീകരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഏറ്റവും ജനകീയമായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ചില TV പരിപാടികളിൽ കൂടി ലെസ്ബിയൻസും ഹോമോസെക്ഷൽസും എല്ലാം അന്തസ്സോടുകൂടി കടന്നു വരുന്നു. ഇതൊന്നും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷിക്കാനേ സാധിക്കുകയില്ല. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അടുത്ത കാലത്താണ് മാത്രമാണ് ഭിന്നശേഷിക്കാരുടെ കാര്യം ഇത്ര അധികം ഒരു ശ്രദ്ധയോടുകൂടി പരിചരിക്കപ്പെട്ടിട്ടുള്ളത്. 4% സർക്കാരിലും എയ്ഡഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഈ സർക്കാരാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഇന്ന് കേരള സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ കഠിനാധ്വാനം തന്നെ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ മാധ്യമ പൂരിതമായിട്ടുള്ള അവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പലപ്പോഴും ഊതി വീർപ്പിക്കപ്പെടും. നല്ലതാണ്, ചർച്ച ചെയ്യുന്നത് നല്ലതാണ്, അതിന് പരിഹാരം കാണണം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഒരു കുട്ടിയും അറിയാതെ, അത് അതിൻ്റെ സാന്നിധ്യം തന്നെ അറിയാതെ അങ്ങോട്ട് അസ്തമിച്ചു പോകും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ അകത്തുള്ള ജനാധിപത്യ ബോധം, കേരളത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം, ഈ കാര്യത്തിലെല്ലാം തന്നെ ഇടതുപക്ഷ സർക്കാർ അതിനുള്ളൊരു സ്വാതന്ത്ര്യവും അന്തരീക്ഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. സാംസ്കാരിക രംഗം, പ്രധാനപ്പെട്ട ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാംസ്കാരിക രംഗം, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിയമസഭ ഗംഭീരമായി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവം നടത്തുന്നു എന്ന കാര്യം ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റൂ? മറ്റൊരു സംസ്ഥാനക്കാർക്കും സങ്കല്പിക്കാൻ പറ്റുകയില്ല. ഞാനിപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ, അതുമാത്രമാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനം, അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് ഭാഷയിലെ എഴുത്തുകാരൊക്കെ കാണുമ്പോൾ, അവരുമായി സംവദിക്കുമ്പോൾ, ഇങ്ങനെ നമ്മുടെ നിയമസഭ ഇത്ര നന്നായിട്ട് കാര്യക്ഷമമായിട്ടൊരു പുസ്തകോത്സവം നടത്തുന്നു, അതിലേക്ക് പുറമേ നിന്നുള്ള എഴുത്തുകാരെയും ക്ഷണിച്ചു വരുന്നു, അവരെല്ലാം അത്ഭുതം കൂറുകയാണ്.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പുസ്തകോത്സവത്തിന്, നിയമസഭാ പുസ്തകോത്സവത്തിന് വരുന്ന എഴുത്തുകാർ പറയുന്നത് കേരളത്തിലല്ലാതെ ഒരു സ്ഥലത്തും ഇങ്ങനെ സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്ന അവസ്ഥയില്ല എന്ന്. അവർ മറ്റൊരു രാജ്യത്ത് വന്ന പോലെയാണ് അവർ അത്ഭുതപ്പെടുന്നത് കേരളത്തിൽ വരുന്ന സമയത്ത്. നോക്കൂ, പയ്യന്നൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ലോകത്ത് തന്നെ ആദ്യം ഒരു നഗരസഭ സ്വന്തമായിട്ട് സാഹിത്യോത്സവം നടത്തിയത് പയ്യന്നൂരാണ്. ഇതെല്ലാം ഈ ഇടതുപക്ഷ ഭരണത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 3 ദിവസമായിട്ട് ആർട്സ് കോളേജിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വളരെ ഗംഭീരമായിട്ട് നടന്നു. കേരളത്തിൽ ധാരാളം സാഹിത്യോത്സവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ തമാശ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും സാഹിത്യോത്സവങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട സാഹിത്യോത്സവങ്ങൾക്കെല്ലാം പിന്തുണയും പരിചരണവും സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ സാംസ്കാരികമായൊരു ഉണർവ് കേരളത്തിലല്ലാതെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങളിലുമില്ല. തമിഴ്നാടിനെ പറ്റിയിട്ട് ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള പ്രതിരോധ തമിഴ്നാട് നന്നായി നടത്തുന്നു എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. ശരിയാണ്. തമിഴ്നാട് സർക്കാരുമായിട്ട് കേരള സർക്കാർ കുറേ കാലമായിട്ട് വളരെ സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ്, നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കുത്തിപ്പൊന്തിക്കാൻ സഹായിക്കാതെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒന്നായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ സാംസ്കാരികമായ കാര്യങ്ങളിൽ ജാതിയുടെ ഇടപെടലുകളിൽ എല്ലാം തന്നെ കേരളം തമിഴ്നാട്ടിനെക്കാട്ടിലും വളരെ മുന്നിലാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സാംസ്കാരിക രംഗത്തും നമ്മൾ വളരെ മുന്നിലാണ്. പുസ്തക വായനയിൽ, പുസ്തക വിൽപ്പനയിലെല്ലാം തന്നെ നമ്മൾ തമിഴ്നാടിനെക്കാട്ടിലും മുന്നിലാണ്. തമിഴ്നാട് സർക്കാർ തമിഴിൻ്റെ പരിപോഷണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. വളരെ നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് അവർക്ക് ചെയ്യാനുള്ള ശേഷിയുമുണ്ട്. പക്ഷേ ജനങ്ങളുടെ സാഹിത്യത്തിനോടുള്ള മനോഭാവവും അത് സ്വീകരിക്കാനുള്ള സന്നദ്ധതയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലം, കേരള സർക്കാർ നൽകുന്ന പിന്തുണ സവിശേഷമാണ് എന്ന് തന്നെ കാണാൻ സാധിക്കും.